നമുക്ക് ഇഷിതയുടെ മഹേഷിന്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണുന്ന രചനയ്ക്കിടെ നല്ല 8ന്റെ പണിയാണ് കിട്ടുന്നത്. രചന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമല്ല ആദ്യം കൈവിട്ടു പോകുന്നുള്ള, ഇഷിതയെ മഹേഷിനെ സ്നേഹിക്കുന്നുള്ള, അവസാനം സമനില നെറ്റി നെട്ടോട്ട് ഓടുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ആദ്യം രചനയുടെ പിടിയിൽ നിന്നും ഇഷിതയുടെ മഹേഷിന്റെ അരിയിലേക്ക് വരണമെന്നുള്ള. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നടക്കുവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ചിപ്പിമോള് ആദ്യ മഹേഷിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പം രചനയ്ക്ക് സഹിച്ചില്ല. രചനയാണെങ്കിൽ ആകെപ്പാടെ കലിതുള്ളിയോട് കൊടുങ്കാറ്റ് പോലെ മഹേഷിന്റെ ഇഷിതയുടെ വീട്ടിലേക്ക് വരുവാണ്. വരുമ്പം കാണുന്ന കാഴ്ച അവരോടൊപ്പം സന്തോഷപൂർവ്വം ഇരുന്ന് ആഹാരം കഴിക്കുന്ന ആദ്യം ഇഷിതയും മഹേഷും അടുത്തിരിക്കുന്നു. ഇഷിത നിർബന്ധിച്ച് ആദ്യയെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നു. ആ രംഗം കണ്ടാൽ പിന്നെ രചനയ്ക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ? രചനയ്ക്കങ്ങ് സഹിച്ചില്ല. രചന പറഞ്ഞു, എനിക്കറിയായിരുന്നു നീ എൻ്റെ മോനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്. നിനക്ക് നാണം ഉണ്ടോടി എൻ്റെ മോനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്? ഞാനേ ഇവൻ്റെ അമ്മ. പിന്നെ നീ കൂടുതൽ അമ്മ സ്ഥാനം എടുക്കാനൊന്നും വരണ്ട. പറഞ്ഞ കേട്ടല്ലോ, എൻ്റെ മോനെ തട്ടിയെടുക്കാൻ വേണ്ടിട്ടാ. അല്ല, നിനക്ക് ആരടി അധികാരം തന്നെ എൻ്റെ മോനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാന് എന്നൊക്കെ ചോദിച്ചിട്ട് ആദ്യയുടെ കയ്യെ പിടിച്ച് വലിക്കും എഴുന്നേക്കാൻ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു, ഇതേ അമ്മ എന്ത് കാണിക്കുന്നത്? വിടാൻ പറയണം. ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ നിന്നോടാ പറഞ്ഞെന്ന് പറയണം. മഹേഷ് പെട്ടെന്ന് ആദ്യയുടെ കയ്യിലും കൂടി പിടിച്ചു. എന്നിട്ട് രജനോട് പറഞ്ഞു, തൊട്ട് പോരുത് അവനെന്ന് പറയണം. അതെ, നിനക്ക് അവകാശമുള്ള പോലെ തന്നെ എനിക്കും അവകാശമുണ്ട് ഇവൻ്റെ മേലെ. ഇവൻ എൻ്റെ മോനും കൂടെയാണ്, തൻ്റെ മോനല്ലെന്ന് പറയണം. അറിയാലോ, ആദ്യം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛമ്മേനെ അച്ഛനെ പിന്നെ ചിപ്പിമോളെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാ, സംസാരിക്കാൻ വേണ്ടിയിട്ടാ. അതിനെ തടയാൻ നിനക്ക് കഴിയില്ല എന്ന് പറയണം. ഓഹോ, അപ്പൊ കോടതി വിധി മാനിക്കാതെയാണോ? ഏത് കോടതി പറഞ്ഞാലും കുഴപ്പമില്ല. അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ വന്നാ, അല്ലാതെ അവനെ ബലമായിട്ട് പിടിച്ചോണ്ട് ഞങ്ങൾ വന്നല്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, രചന നീ തൽക്കാലത്തേക്ക് പോ, ഇവിടെ വന്നിരുന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, പ്രശ്നം ഉണ്ടാക്കാനോ? നിന്റെ ഉള്ളിലിരിപ്പ് സാധിച്ചില്ലേ? നിന്റെ ആഗ്രഹം പോലെ നടന്നില്ലേ? നീ എൻ്റെ മോനെയും കൂടെ കൊണ്ടുവന്നില്ലേടിന്ന് ചോദിക്കണം. ദേ രചന, ഇതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ്. ആദ്യം ഇങ്ങോട്ട് വന്നത് അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അവനെ ബലമായിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു, ശരിയമ്മേ, ഞാൻ ചിപ്പിയുടെ കൂടെ ഇങ്ങോട്ടേക്ക് വന്ന, അല്ലാതെ ഇതേ എന്നെ ഈ ആൻറ്റി കൂട്ടിക്കൊണ്ട് വന്നു എന്നല്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ ചോദിച്ചു, ആൻറ്റിയോ? ആരടാ നിന്റെ ആൻറ്റി എന്ന് ചോദിക്കുകയാണ്. രചനയ്ക്ക് സഹിച്ചില്ല അങ്ങോട്ട്. ഈ സമയത്ത് ആദ്യം പറഞ്ഞു, അതെ ചിപ്പിമോളുടെ അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ്. ചിപ്പിമോളുടെ അമ്മയാകുമ്പോൾ എൻ്റെ അമ്മയാവണ്ടാണ് ഞാൻ ശരിക്കും അമ്മയെന്നാണ് വിളിക്കേണ്ടതെന്ന് പറയാം. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം നെഞ്ച് പൊട്ടിപ്പോയി. രചനയുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ്. ആദിക്ക് ഇഷിതയുടെ കാര്യത്തിൽ പ്രത്യേക ഒരു താല്പര്യമുണ്ട്. തനിക്ക് വയ്യാതെ കിടന്ന സമയത്ത് ചിപ്പിമോളെ നോക്കിയതുപോലെ തന്നെ കെയർ ചെയ്ത് നോക്കിയത് ഇഷിതയാന്നുള്ളൊരു സത്യം ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദിയുടെ മനസ്സിൽ ആ പഴയ ഓർമ്മകളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇഷിതയ്ക്കൊരു നല്ല സ്ഥാനം തന്നെയാണ് ആദിയുടെ മനസ്സിലുള്ളത്. ആ പഴയ ആ ദേഷ്യമോ കാര്യങ്ങളൊക്കെ ഇഷിതയെക്കുറിച്ചുള്ളത് മാഞ്ഞുപോയി. അതുകൊണ്ട് ആദിക്കറിയാം ഇവരെത്ര നല്ല സ്ത്രീയാണോ, ഒരമ്മയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ. ഇവരെപ്പോലെ ഒരു അമ്മയാണ് തനിക്ക് വേണ്ടിയിരുന്നത് എന്നൊക്കെ ആദ്യം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് രചന കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ടേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ സമയം ആദ്യയുടെ കയ്യെ പിടിച്ചു വലിച്ചപ്പോൾ ആദ്യം പറഞ്ഞു, എന്നെ കയ്യെ പിടിച്ചു വലിക്കൊന്നും വേണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കുവാണ്. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, മോനെ ഇത് കഴിച്ചിട്ട് പോകാൻ പറയണം. വേണ്ട, ഞാൻ പോവാന്ന് പറയണം. അങ്ങനെ ഇങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും രചന പറഞ്ഞു, ഇനി മേലാല് എൻ്റെ മോൻ്റെ കൺമുന്നിൽ പോലെ നിങ്ങളൊന്നും കണ്ടുപോയേക്കല്ലോ. പിന്നീട് ചിപ്പിയോട് പറഞ്ഞു, നിന്റെ ചേട്ടനെയും കൂടെ നീ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? നിന്റെ അമ്മ പറഞ്ഞിട്ടായിരിക്കും നീ ഇതൊക്കെ ചെയ്തല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇനി മേലാല് എൻ്റെ മോനോട് മിണ്ടിക്കൊണ്ട് വന്നേക്കരുത് ആരും എന്ന് പറഞ്ഞ് വിളിച്ചിറക്കണം കൂടെ പോവാണ്. ഈ സമയം ഇഷിതയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും വന്നു. കാരണം ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന, പക്ഷേങ്കിൽ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. അവൻ്റെ മനസ്സിന് നല്ല വിഷമമെന്ന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്യണം, രചന അങ്ങോട്ട് കൊടുങ്കാറ്റ് പോലെ പോകുന്ന സമയത്ത് ഇഷിതയും കൂടി ചെന്നു. ഇഷിത എന്നിട്ട് ആദ്യയോട് പറഞ്ഞു, മോൻ കാറിൽ കയറി ഇരുന്നോളം പറയണം. ആദ്യം അങ്ങോട്ട് പോയി കാറിലിരുന്ന സമയത്ത് രചനയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം. ആദ്യം ഉണ്ടല്ലോ നിന്റെ മോനായിരിക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ ആദ്യം മഹേഷിൻ്റെ മോനാണ്. മഹേഷും ഞാനും തമ്മിൽ വിവാഹം നടന്നോട് കൂടിയിട്ട് അവൻ്റെ അമ്മയും കൂടെ ഞാനെന്ന് പറയണം. നീ എന്താടി പറഞ്ഞേ? സത്യമായിട്ടുള്ള കാര്യമാണ്. ചിപ്പിമോളുടെ അമ്മയല്ലേ ഞാൻ, അപ്പം അതുപോലെ തന്നെ ആദ്യയുടെ അമ്മ ഞാൻ തന്നെയാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ഇതേ എൻ്റെ മോൻ്റെ അടുത്തേക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നീ എന്താ രചന എന്നെക്കുറിച്ച് വിചാരിച്ചോണ്ടിരുന്നേ? ഈ ഇഷതി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയത്തില്ലേ? നിനക്ക് തെറ്റിപ്പോയി. നീയും നിന്റെ ആ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തണ്ടല്ലോ, ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല, അവൻ നിന്റെ കഴുത്ത് താലി ആർത്തിയിട്ടൊന്നും ഇല്ലല്ലോ.
നീ വെച്ചോണ്ടിരിക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവനും ചേർന്നിട്ട് എന്തൊക്കെ നാടകം കളിച്ചാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നിന്റെ സ്വന്തം മോനെ കരുവായിക്കൊണ്ടാ നീ നാടകം കളിക്കണം ഓർക്കണം. അവന്റെ ജീവിതം നീ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓർക്കണം. അവന് നല്ലൊരു ഭാവിയുണ്ട്, നീ ആയിട്ട് ആ തകർക്കരുത്. ഇപ്പോൾ ആ സ്കൂളിൽ നല്ലവനായിട്ട് വന്നുകൊണ്ടിരിക്കുക. നിന്റെ കൂടെയുള്ള കുറേ കാലത്തെ വാസം അവൻ ഏത് വഴിയെ പോയിക്കൊണ്ടെന്ന് നിനക്ക് നന്നായിട്ടറിയാലോ. ഓ, അതൊക്കെ നോക്കാൻ നിനക്ക് എവിടെ സമയമില്ലേ? നിനക്ക് ഒരുങ്ങി കെട്ടി നിന്റെ ഭർത്താവെന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ നടക്കാനല്ലേ സമയമുള്ളൂ. പിന്നെ ഒരു കാര്യം, അവനെ വീണ്ടും ആ വഴിയിലേക്ക് തള്ളി വിടല്ലേ. ഒരുപക്ഷെ ഇത് മഹേഷിന്റെ കൂടെയാണെങ്കിൽ അവൻ നല്ല സന്തോഷമായിട്ട് ജീവിക്കും. പിന്നെ അവന്റെ മനസ്സിലേക്ക് ഓരോ വിഷമൊക്കെ കുത്തി നിറച്ച് മഹേഷിനെ എതിരാക്കി എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയാനും പ്രവർത്തിക്കാനും പോകുന്നില്ല. പിന്നെ ആദ്യം മഹേഷിന്റെ മോനാണെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കും. ഇനി ഞങ്ങളെ കാണാനായിട്ട്, ഞങ്ങളെ കാണാതിരിക്കാൻ അവന് സാധിക്കില്ല എന്ന് വെല്ലുവിളിക്കുകയാണ് രചനയോട്. രചന തകർന്നാണ്, നെഞ്ചു പൊട്ടിയാണ് അവിടെ നിന്ന് ഇറങ്ങണേ. അങ്ങനെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് സഹിച്ചില്ല. പിന്നീട് ആദ്യയോട് പറഞ്ഞു, നീ എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യയെ തല്ലാനായിട്ട് കൈ ഓങ്ങുകയാണ്. അപ്പോഴേക്കും ആദ്യം പറഞ്ഞു, എന്നെ തൊട്ടു പോരോ എന്ന് പറയാണ്. ആദ്യയുടെ മറ്റൊരു മുഖമായിരുന്നു ആ സമയം രചന കാണുന്നത്. എന്താടാ നീ പറഞ്ഞേ? അതെ, അമ്മയ്ക്ക് എന്നെ അടിക്കാനുള്ള എന്ത് യോഗ്യതയുള്ളതെന്ന് ചോദിക്കുക. അമ്മയുടെ മുഖത്ത് നോക്കി അവസാനം മോൻ വിരൽ ചൂണ്ടുകയാണ്. അല്ല, അമ്മ പറഞ്ഞല്ലോ ആ സ്ത്രീ വല്ലാത്ത സ്ത്രീയാന്നൊക്കെ, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നില്ല. അവര് പാവമാണ്, ചിപ്പിയുടെ അമ്മയാണ്. അവങ്ങനെയാണെങ്കിൽ അവരെൻ്റെ അമ്മയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രചന ചോദിച്ചു, അപ്പം ഞാനോ? അമ്മയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്നുണ്ടോ? ആ ചിപ്പിയെ എത്ര കരുതലോട് കൂടിയിട്ടാ ആ ചിപ്പിയുടെ അമ്മ നോക്കുന്നേ. അതിൻ്റെ 4 സ്നേഹമെങ്കിലും അമ്മ എനിക്ക് തരുന്നുണ്ടോ? എൻ്റെ എന്തെങ്കിലും കാര്യം നോക്കാറുണ്ടോ? ഇന്ന് തന്നെ അവിടെ പോയി ആഹാരം കഴിച്ച സമയത്ത് എത്ര സ്നേഹത്തോടെ കരുതലോട് കൂടിയിട്ടാ എനിക്ക് ആഹാരമൊക്കെ വിളമ്പി തരും എല്ലാം ചെയ്തേ. അമ്മ ഒരിക്കലെങ്കിലും എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടോ? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ രചനയുടെ വായിക്കകത്ത് നാവ് ഇറങ്ങിപ്പോയൊരവസ്ഥയായിരുന്നു. ആദ്യം പറഞ്ഞു, പിന്നെ അമ്മ ആകെപ്പാടെ എൻ്റെ അടുത്തേക്ക് വരുന്നത് എൻ്റെ ഡാഡിയെക്കുറിച്ചുള്ള കുറ്റം പറയാൻ മാത്രമാണ്, അല്ലാതെ സ്നേഹത്തോടൊരു വാക്ക് പറയാൻ വന്നിട്ടുണ്ടോ? പക്ഷേ ഞാൻ കണ്ടെടുത്തോളും അമ്മയാണിപ്പം കുറ്റക്കാരെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അമ്മ എന്നെ ഡാഡിയിൽ നിന്ന് അകറ്റാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും വേണ്ടിയിട്ടാണ്. ഞാൻ പഴയ ചെറിയ ആദ്യം അല്ല, ഇപ്പം ഞാൻ വളർന്ന് വലുതായിരിക്കുന്നു. അമ്മ ആ സത്യം ഒന്ന് മനസ്സിലാക്കണം എന്നും പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് രചനയ്ക്ക് ദേഷ്യം. രചന, നീ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്? അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കയ്യിലേക്ക് പിടിച്ച് വലിക്കുകയാണ്. ആദ്യം വീടമ്മയെന്ന് പറയാണ്. അതെ, നീ ഇനി അങ്ങോട്ടേക്ക് പോകുമെന്ന് ചോദിക്കുക രചന. പോകും, ഞാൻ ഇനിയും പോവും. പോകേണ്ട വന്ന പോവും. എൻ്റെ അനുജത്തിനെ കാണാൻ പോകണമെന്ന് വെച്ചാൽ എനിക്കവിടെ പോകാതിരിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ചിപ്പിയുടെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അവരെ കാണാനും ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് ആദ്യം കയറിപ്പോയി. ഇനിയിപ്പോൾ എന്തെങ്കിലും രചനയ്ക്ക് പറയാനുണ്ടോ? ഒന്നുമില്ല. രചന നെഞ്ചു പൊട്ടിയിരിക്കുകയാണ്. അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു. എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ രചന കാര്യം പറയണ എല്ലാം കേട്ടിഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവൾ ഇഷിത, അവൾ ജഗജില്ലയാണ് ആള്. അവൾ അങ്ങനെ ഇരുന്നാലും ആദ്യം അങ്ങോട്ട് അടുപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് ചിപ്പി മുഖാന്തരമാണ് നടത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം ആദ്യം അവർക്ക് സ്വന്തമാവും. നിനക്ക് പിള്ളേരൊന്നുമില്ല, നീ ഇവിടെ ഇരിക്കേണ്ട വരുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, എൻ്റെ കൊക്കിന് ജീവനുണ്ടായാൽ നടക്കില്ല എന്ന് പറയണം. ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നൊരു കാര്യമില്ല രചനെ. അവൻ പോകുമെന്ന് പറഞ്ഞാൽ അവൻ പോയിരിക്കും എന്ന് പറയണം. നീ അതിനകത്ത് വാശി പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാം. എന്ത് ചെയ്യാൻ പറ്റും രചനയ്ക്കാണെങ്കിൽ ഇനിയിപ്പം മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായി തീരുന്നു പോലും അറിയത്തില്ല. ആദ്യം കൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകും. പിന്നെ എന്തിനാ ജീവിക്കുന്നത് എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. ആ സമയം ആദ്യം മുറിയിലേക്ക് പോയിട്ട് പഴയ പല കാര്യങ്ങളും ഓർക്കുകയാണ്. തന്നെ ചിപ്പിമോളുടെ അമ്മ സ്നേഹിച്ചും താൻ അവരെ അമ്മയെന്ന് വിളിച്ചതൊക്കെ അതൊക്കെ ആദ്യയുടെ മനസ്സിലേക്ക് വന്നു. അറിയാതെ ആദ്യക്ക് ഇഷിതയുടെ സ്നേഹമൊക്കെ തോന്നി തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ആദ്യയുടെ മനസ്സിൻ്റെ ഒരു കോണിൽ ഇഷിത ഉണ്ടായിരുന്നു. എത്ര നല്ല അമ്മയാണ് അവർ, എത്ര നന്നായിട്ടാണ് ചിപ്പിമോളെ നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു അമ്മ തനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. ആ സമയത്ത് ചിപ്പിമോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ചിപ്പിമോള് ഇഷിതയോട് മഹേഷിനോട് പറഞ്ഞു, മിക്കവാറും ആദ്യം എന്നെ ചീത്ത പറയുന്ന രചനാമ്മ, അതൊന്നും ഉണ്ടാകത്തില്ല, മോള് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നോണ്ടല്ലേ ആദ്യേട്ടൻ ഇപ്പോൾ ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. പാവം ആദ്യേട്ടൻ, ഇനി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ല. ഞാൻ കാരണം ആദ്യേട്ടൻ വിഷമിക്കുന്ന കാണാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, മോള് കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് ഇനിയിപ്പോൾ ഉറപ്പായിട്ട് ആദ്യേട്ടൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുമെന്ന് പറയാം. വരുമെന്നോ? അതെ, മോള് വിളിച്ചില്ലെങ്കിലും ആദ്യേട്ടൻ ഇങ്ങോട്ടേക്ക് വരും, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. പക്ഷെ ചിപ്പിക്ക് അറിയില്ലായിരുന്നു ആദ്യം എങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുള്ള കാര്യം. ഇനിയിപ്പം വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യേട്ടൻ വരുമോ എന്ന് പോലൊരു സംശയം ഉണ്ടായിരുന്നു. ഈ സമയത്ത് മഹേഷിൻ്റെ അടുത്ത് എന്നിട്ട് ഇഷിത പറഞ്ഞു, അതേ വിഷമിക്കൊന്നും വേണ്ട, ആദ്യം നിങ്ങളുടെ മോനാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഇങ്ങോട്ടേക്ക് വരും, നമ്മൾ സന്തോഷമായിട്ടൊരു ജീവൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മഹേഷിന് ഉറപ്പ് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. പിന്നീട് ഇഷിത മാളവിക ഡോക്ടറെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് ഡോക്ടർ വീണ്ടും സ്കാനിങ് ഒക്കെ നടത്തിയിട്ട് പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല,
ഇത് കഴിഞ്ഞ മാസം നോക്കിയപ്പോൾ വലിയ കുഴപ്പങ്ങളും കാര്യമൊന്നും കാണുന്നില്ലായിരുന്നു. ഇനിയിപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ, എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാവണം എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷ്ടത്തെ ഒന്ന് ചിരിക്കുമോ മാത്രമേ ഇതേ അതേ ഞാൻ ചിരിക്കാൻ വേണ്ടിയല്ല ഡോക്ടറുടെ ഈ കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറയാം. എനിക്കറിയാം മാണെന്നൊക്കെ പറയണം. അങ്ങനെ മാളവിക ഡോക്ടറെ കണ്ട് സംസാരിച്ചിറങ്ങുമ്പോഴത്തേനാണോ അങ്ങോട്ടേക്ക് ലയയും മനസ്സിനെയൊക്കെ വരുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഈ സമയം ലയയ്ക്ക് സഹിച്ചില്ല. ലയയുടെ വിചാരം എന്താ, താൻ ഈ ഡോക്ടറെ കാണാൻ വരുന്നെന്ന് അറിഞ്ഞിട്ട് ഇവൾ അതിനു മുമ്പേ വന്നു ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വന്നാ എന്ന് വിചാരിച്ചുകൊണ്ട് ലയ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ലയ ചെന്നിട്ട് ഇഷിതയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കണം. എന്നിട്ട് പറഞ്ഞു, ഓഹോ ഇവിടെ നീ എനിക്ക് സമാധാനം തരത്തില്ലല്ലേ? എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും അത് തലക്കനം വെട്ടാനായിട്ട് നീ ഇങ്ങോട്ട് കയറി വന്നല്ലേ? അപ്പം നീ ഡോക്ടറെ കണ്ട് കാശ് കൊടുത്തിട്ട് പറഞ്ഞു കാണും ഒരു കാരണവശാലും ഞാനൊരു അമ്മയാവാൻ പാടില്ലെന്ന്. അതിനു വേണ്ടി വന്നിട്ടല്ലേടി നീ, എനിക്കിവിടെ സ്വസ്ഥത സമാധാനം തരത്തില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷിത ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഉപദ്രവിക്കാണ്ട് ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടി പെട്ടെന്ന് കുറേ ആൾക്കാരെ എടുത്ത് പിടിച്ചു മാറ്റി. ആ സമയത്ത് ലേബർ നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ടേ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എൻ്റെ കുഞ്ഞിനെ കൊന്നവളാ, ഇനി ഒരു കുഞ്ഞുണ്ടായിരിക്കാൻ വേണ്ടി നീ എങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പേയൊക്കെ ലയ കിടന്ന് പൊലമ്പുവാണ്. അപ്പോഴേക്കും അങ്ങോട്ട് മാധവ് ഓടി വരുന്നേ. മാധവ് വന്നിട്ട് എന്താ ലയെ, എന്താ നീ കാണിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം മനസ്സിന് പറഞ്ഞു, അവൾ വന്നേക്കുന്നുണ്ടോ, അതിനിപ്പോൾ എന്താ, ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഹോസ്പിറ്റലിൽ എത്രയോ ആൾക്കാർ വരുന്നുണ്ട്, അത് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാന്നൊക്കെ ചോദിക്കണം. ലയുടെ കയ്യെ പിടിച്ച് ബലമായിട്ട് പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഇഷ്ടത്തേക്ക് സങ്കടമായിപ്പോയി. കാരണം ഒരു രീതിയിലും തന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത പോലെയാണ് ലയയുടെ പെരുമാറ്റം എന്ന് മനസ്സിലായി. അത് അവളുടെ കുറ്റം കൊണ്ടല്ല, അവളുടെ മനസ്സിലായി എരിവരി ഏറ്റുവിട്ടിരിക്കുന്ന മനസ്സിനെയുമയാണ്. അവളെയും തെറ്റു പറയാൻ പറ്റില്ല. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന ഇരിക്കുമ്പോൾ താനാണ് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അവളെ എങ്ങനെ ഇല്ലാതാക്കാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലായി. പക്ഷെ അതിന് തടയിട്ടേ മതിയാവളെന്ന് ഇഷ്ടത്തെ തീരുമാനിക്കുകയാണ്. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ മഹേഷ് അറിഞ്ഞു. മഹേഷിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം ഇഷിത എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് മഹേഷിനറിയാം. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ അവളെ കുറേ കുറ്റപ്പെടുത്തലുകളൊക്കെ മനസ്സിന് നടത്തിയതാണ്. ഇപ്പം അവർക്കൊരു അങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പം അവർ നേരെ ഇഷിതയ്ക്ക് നേരെ തിരിയുകയും ചെയ്യുവാണ്. അതൊക്കെ ഓർത്ത് മഹേഷിന് സഹിച്ചില്ല. മഹേഷ് ഒരു കാര്യം തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് ഇഷിതയ്ക്ക് തനിക്ക് ഒരു കുഞ്ഞ് വേണം. ഒരു കുഞ്ഞുണ്ടെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ ഈ മനസ്സിന് ചില സമയത്തുണ്ടാകുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ മറക്കാൻ സാധിക്കുമെന്ന് മഹേഷിന് മനസ്സിലാവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അവർ. എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടത്തേക്ക് ഒരു കുഞ്ഞ് പിറക്കുന്നതന്നെ വിശ്വസിക്കാട്ടോ. അപ്പോൾ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.